ഹലോ ഗൈസ്. സോ ഇന്ന് രാത്രിത്തേക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് ഗൈസ്. ചപ്പാത്തിൻ്റെ ഒപ്പം കൂടി കഴിക്കാൻ കറിയായിട്ട് നമുക്ക് ഒരു മുട്ടക്കറി ഉണ്ടാക്കിയാലോ ഗൈസ്. മുട്ടക്കറി എനിവേ ഇന്നത്തെ വീഡിയോ ലെറ്റ്സ് മേക്ക് മുട്ടക്കറി ഗൈസ്. ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, കാണിച്ചില്ല. ഇനി ചുടാൻ മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ മുട്ടേൻ്റെ കാര്യം കൂടി സെറ്റ് ചെയ്യാം. മുട്ടക്കറിക്ക് നമ്മൾ 2 മുട്ട എടുക്കുന്നു, പുഴുങ്ങിയെടുക്കുന്നു. ഫസ്റ്റ് നമ്മൾ പുഴുങ്ങിയെടുക്കുന്നു ഗൈസ്, അതാണ് മെയിൻ സംഭവം. അതായത് 2 മുട്ട വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഉപ്പ് ഇടയിട്ട് നമുക്കിത് ബോയിൽ ചെയ്യാം ഗൈസ്. ബോയിൽ ചെയ്തിട്ട് വരാം. നമുക്ക് ഈ 2 ഉള്ളി എടുത്തിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കാം ഗൈസ്. അരിഞ്ഞെടുക്കാം, ചോപ്പ് ചെയ്തെടുക്കാം, യുവർ ചോയ്സ് ഗൈസ്, യുവർ ചോയ്സ്. ഞാനിപ്പോൾ ആദ്യം ഇത് ഏതെങ്കിലും കുളത്തിലാക്കാം ഗൈസ്. ചിലപ്പോൾ ഞാൻ ഇത് അരിഞ്ഞെടുക്കും, ചോപ്പ് ചെയ്തെടുക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നീളത്തിലായിരിക്കും. നമുക്ക് നീളത്തിലായിരുന്നു ഗൈസ്, നീളത്തിൽ ചെയ്യാം ഗൈസ്. അങ്ങനെ സ്ലൈസ് ആയിട്ട് വരാം. അല്ല മീൻസ് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഗൈസ് എനിക്ക് എപ്പോൾ ഉള്ളി അരിഞ്ഞാലും അരച്ചു തരും ഗൈസ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ടാണെന്ന് എന്തൊക്കെയാണ് പണ്ട് പഠിച്ചായിരുന്നു. ഇനി ഈ ഉള്ളി അരിയുന്നത് ചെറിയ ടാസ്ക് ഒന്നുമില്ല. തൊലി പൊളിച്ചപ്പോൾ തന്നെ കണ്ണുകൾ വരാൻ തുടങ്ങിയതാണ്. വൈ ഗൈസ് വൈ. എന്തായാലും നമ്മൾ ഉള്ളിയിൽ സ്ലൈസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നേരായിട്ട് സ്ലൈസ് ചെയ്ത് അതിപ്പോൾ പെട്ടെന്നായി നമ്മുടെ മുട്ട തിളയ്ക്കുന്നുണ്ട് ഗൈസ്. ഇപ്പോൾ നോക്കിയിട്ട് വരാം. മുട്ടയുടെ അവസ്ഥ വെച്ചാൽ തിളച്ച് വരുന്നുണ്ട്. 1 മിനിറ്റിനോട് തിളച്ചിട്ട് നമുക്ക് ഓഫാക്കാം. നമുക്കൊരു ഹാർഡ് ബോയിൽ അല്ല, സോഫ്റ്റ് ബോയിൽ രീതിയിലാണ് വേണ്ടത്. ലെറ്റ്സ് വെയിറ്റ്. അപ്പോഴേക്കും ഞാൻ ഉള്ളി നീളത്തിലരിഞ്ഞിട്ട് വരാം ഗൈസ്. ഇനി ഉള്ളി നമ്മൾ സ്ലൈസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് തക്കാളി, കുഞ്ഞി തക്കാളി, ഒരു പച്ചമുളക്, കരിയാപ്പില ഉണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. ബട്ട് അൺഫോർച്യുനേറ്റ്ലി ഉണ്ടെങ്കിൽ ഇപ്പോൾ കരിയാപ്പില ഇല്ല. സോ അപ്പോൾ നമ്മൾ ഉള്ള സാധനം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്താണ് മുട്ടക്കറി ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിതെല്ലാം ചോപ്പ് ചെയ്തെടുക്കാം, കട്ട് ചെയ്തെടുക്കാം ഗൈസ്. അങ്ങനെ നമ്മുടെ തക്കാളിയും ചോപ്പ് ചെയ്തു, പച്ചമുളകും ചോപ്പ് ചെയ്തു. ഇനി നമുക്ക് മുട്ടേൻ്റെ തൊണ്ട് പൊളിക്കാം ഗൈസ്. മുട്ടയുടെ തൊണ്ട്, മുട്ട ഇവിടെ വെച്ചിട്ടുണ്ട്, ചൂടാറിയിട്ടുണ്ട്. നമുക്കിങ്ങനെ മുട്ടേൻ്റെ തൊണ്ട് ഒടിച്ചിട്ട് പാത്രത്തിന് മാറ്റാം. എന്നാൽ പിന്നെ പെട്ടെന്ന് ചടപടാൻ കാര്യം കഴിയും. അങ്ങനെ നമ്മുടെ മുട്ട പുഴുങ്ങിയിട്ട് തൊണ്ട് പൊളിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കറി ഉണ്ടാക്കാൻ കിടക്കാം ഗൈസ്. കറി ഉണ്ടാക്കാൻ കിടക്കാം. ലെറ്റ്സ് മേക്ക് അവർ എഗ് റോസ്റ്റ് ഓർ മുട്ടക്കറി വാട്ടർ ഇറ്റ് ഈസ്. അത് നമ്മൾ എടുക്കുന്നു, കത്തിക്കുന്നു, ഈ എണ്ണ വയ്ക്കും. ഇത്ര എണ്ണ പോലെ ഗൈസ്, കുറച്ചും കൂടി എണ്ണ വേണം. ആവശ്യത്തിന് എണ്ണ തിളച്ചതിന് ശേഷം, ചൂടായതിനു ശേഷം നമ്മൾ ഉള്ളി ഇടുന്നു. നോർമലി കരിയാപ്പിലാണ് ഇടുക, പക്ഷേ കരിയാപ്പില ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇമ്പ്രൂവൈസ് ചെയ്തിട്ട് കരിയാപ്പില ഒഴിവാക്കി ബാക്കി സംഭവം ചെയ്യുന്നു. ഇപ്പോൾ ചെയ്യേണ്ടത് നമ്മൾ ഉള്ളി ഇട്ട് വാട്ടണം. എന്നിട്ട് മസാലപ്പൊടിയിലിട്ട് തക്കാളി ഇടുക, കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഒന്നുകൂടി കുറച്ചുകൂടി ഒന്ന് ഗ്രേവി ഒന്ന് തിക്കാകാൻ നോക്കുക. മുട്ട ഇടുക, കുറച്ച് കുരുമുളക് ഇടുക, പരിപാടി ആയിരുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കുന്നത്. നമുക്ക് ആദ്യം ഈ എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഉള്ളി ഇടാം ഗൈസ്. ഉള്ളി അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ സംഭവം കഴിഞ്ഞു. എനിക്ക് കുറച്ച് ബിസി ആയതുകൊണ്ട് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ബട്ട് ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉള്ളി വഴറ്റി നമ്മൾ മസാലപ്പൊടിയിലിട്ട് തക്കാളി ഇട്ട് നല്ലോണം വഴറ്റി കുറച്ച് വെള്ളം ഒഴിച്ച് കുരുമുളക് ഉള്ള മസാലയിലിട്ട് നമ്മൾ ഇമ്പ്രൂവൈസ് ചെയ്യും. അതാണ് മെയിനായിട്ടുള്ള സംഭവം. കുറച്ച് ഏലക്കാപ്പൊടി ഒരു മണത്തിനും സ്പൈസിനും വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് ഇട്ടിട്ട് മുട്ടയിട്ട് നല്ല വെള്ളം ഒഴിച്ച് സ്ലോ കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു പരിവ് കിട്ടും. സംഭവം ഇതൊന്നല്ല ഒറിജിനൽ റെസിപ്പി കുറേ മാറ്റമുണ്ട്. ഇതിപ്പോൾ തക്കാളി കറിക്കകത്ത് മുട്ട ഇട്ട പോലെ ഉണ്ട്. തൽക്കാലം നമുക്കിതെല്ലാം മതിയപ്പാ. എനിവേ ഇങ്ങനെയാണ് നമ്മുടെ മുട്ടക്കറിയുടെ എൻഡ്. ഇതും ചപ്പാത്തിയും കൂട്ടി അടിച്ച് സ്വസ്ഥമായി TV കാണും ഗൈസ്. വേറൊന്നും എനിക്ക് പറയണ്ട. ഓക്കെ ബൈ ഗൈസ്. നമ്മൾ ചപ്പാത്തിൻ്റെ വേണ്ടി സെറ്റാക്കിയ മുട്ടക്കറി ഇതാ ഫൈനലി ഈ ഒരു അവസ്ഥയിലെത്തി ഗൈസ്. ചപ്പാത്തിൻ്റെ ഉണ്ടാക്കിയിട്ട് ചൂട് പറഞ്ഞുകൊണ്ട് നമ്മൾ ചൂട് മുട്ടക്കറി ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഇനി എടുക്കുക. ടേസ്റ്റ് ഗുഡ്. അതെ, ഞാൻ ചെയ്യുന്ന കുക്കിങ്ങിൻ്റെ പ്രോസസ് കുറച്ചും കൂടി ഡെപ്തായിട്ട് എടുക്കുമെന്ന് വിചാരിച്ചാണ്. അൺഫോർച്യുനേറ്റ്ലി കുറച്ച് കോളും കാര്യം വന്നപ്പോൾ ആ സമയത്ത് ഉണ്ടാക്കാനും തുടങ്ങിപ്പോയി. അങ്ങനെ ഇവിടെ വരെ എത്തിയാണ് ഗൈസ്. അപ്പം എൻ്റെ അറിയില്ല, വേറൊരു മുട്ടക്കറി ഉണ്ടാക്കുന്ന കറക്റ്റ് വീഡിയോ കറക്റ്റ് ഇൻഗ്രീഡിയൻസും മേടിച്ചിട്ട് ഞാൻ ഏതെങ്കിലും കാലത്ത് വരും. ആദ്യം ചെയ്ത് കഴിച്ചിട്ടെ. അപ്പോൾ തന്നെ 11 മണി കഴിച്ച് രാത്രി ഡിന്നർ ഇപ്പോൾ കഴിക്കുന്നത്. ഓക്കെ ബൈ.